ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഡോൾഫിൻ ബിഹേവിയർ. എൻ്റെ പേര് ഡോക്ടർ മേഘ വിൽസൺ. ഞാനൊരു വെറ്റിനറിയൻ ആണ്. ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റിനറി റിലേറ്റഡ് കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് വോയിസസ്. ഡോൾഫിനുകളെ നമ്മൾ എപ്പോഴും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മാമലായിട്ടാണ് കൺസിഡർ ചെയ്യാറ്. നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് അവർ ചിരിക്കുന്നതും പിന്നെ മനുഷ്യരുടെ കൂടെ ഒരുപാട് ട്രിക്സ് പ്ലേ ചെയ്യുന്നതും ഒക്കെ. പക്ഷേ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം നമ്മൾ കേട്ടിട്ടുള്ള മറ്റൊരു കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ളൊരു കാര്യമാണ് അവരുടെ ബിഹേവിയർ. സോഷ്യൽ ബിഹേവിയർ എന്നല്ല, മേറ്റിംഗ് ബിഹേവിയർ. ഇവർ ഭയങ്കര അഗ്രസീവ് ആയിട്ടാണ് മേറ്റ് ചെയ്യുന്നത്. ഫീമെയിൽസിനെയൊക്കെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇവർ മേറ്റ് ചെയ്യുന്നത്. പല വീഡിയോകളിലും ഡോൾഫിനുകൾ ഫീമെയിൽസിന് റേപ്പ് ചെയ്താണ് ബ്രീഡ് ചെയ്യുന്നതെന്ന് വരെ കണ്ടിട്ടുണ്ട്. സോ ഇത്രയും അഗ്രസീവ് ആയിട്ടുള്ള മേറ്റിംഗ് ബിഹേവിയർ ഇവർക്ക് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ കാര്യം സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് തന്നെയാണ്. നേച്ചറിൽ ഏറ്റവും ഡോമിനൻ്റ് ആയിട്ടുള്ള ജീവികളാണ് എപ്പോഴും ബ്രീഡ് ചെയ്യുക. മെയിൽസ് ആണ് വെച്ചാൽ ഫൈറ്റ് ചെയ്തതിന് ശേഷം അവർക്ക് ഡോമിനൻസ് തെളിയിക്കേണ്ടി വരുന്നു. അത് ഡോൾഫിൻസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, സിംഹത്തിൻ്റെ കാര്യത്തിലും ഹിപ്പോപ്പൊട്ടാമസ്, മാനുകൾ, എല്ലാത്തിൻ്റെയും കാര്യത്തിൽ ഇതേപോലെയാണ്. അതുകൊണ്ടാണ് മെയിൽ അഗ്രഷൻ ഉണ്ടാകുന്നത്. മാത്രമല്ല ഡോൾഫിനുകൾ പോളിഗാമസ് ആയിട്ടുള്ള ഒരു ജീവികളാണ്. അതായത് ഒന്നിൽ കൂടുതൽ പാർട്ട്നേഴ്സ് ഇവർക്ക് നാച്ചുറലി ഉണ്ടാവും. ഇതും ഡോൾഫിനുകൾ മാത്രമല്ല, പൂച്ചയാണെങ്കിലും നായകളാണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. റെസ്ട്രിക്റ്റഡ് ബ്രീഡിങ് അല്ലെങ്കിൽ ഫീമെയിൽസിനെയും ഡോമിനേറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ബ്രീഡ് ചെയ്യാൻ പറ്റൂ എന്നുള്ളത് കൊണ്ടാണ് ഈ ജീവികളിൽ ഫീമെയിലിനോടും അഗ്രഷൻ കാണിക്കുന്നത്. രണ്ടാമത്തെ കാര്യം നമ്മൾ കേട്ടിട്ടുള്ളത് ഫിസിക്കൽ അബ്യൂസ് മാത്രമല്ല, ഫിസിക്കൽ അബ്യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ ഡോൾഫിനുകളെ ഒരുപാട് മേല് കൂടിയിട്ട് ഒറ്റപ്പെടുത്തിയിട്ടുള്ളതിന് ശേഷമാണ് ഇവരെ മേറ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇതിന് ഒരു കാര്യമുണ്ട്. ഡോൾഫിനുകൾ വളരെയധികം സോഷ്യൽ ആയിട്ടുള്ള ആനിമലാണ്. അതായത് ഒരു ഗ്രൂപ്പായിട്ടാണ് അവർ ജീവിക്കുക. ഇങ്ങനെ ജീവിക്കുന്ന ഗ്രൂപ്പുകളെ പോഡ്സ് എന്നാണ് പറയുക. മെയിൽ പോഡ്സും ഫീമെയിൽ പോഡ്സും സെപ്പറേറ്റ് ആണ്. ഫീമെയിൽ പോഡ്സിൻ്റെ കൂടെ ഒരുപാട് ഫീമെയിൽസ് മാത്രമല്ല, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഡോൾഫിൻസും പിന്നെ മുലയൂട്ടുന്ന ഡോൾഫിൻസും എല്ലാവരും ഉണ്ടാവും. 3 വയസ്സ് വരെ ഡോൾഫിൻസ് ലാക്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് ആ പ്രായത്തിലുള്ള മെയിൽ ഡോൾഫിൻസും കാണും ഫീമെയിൽ പോഡ്സിൽ. അതിനുശേഷം ഉണ്ടാകുന്ന അഡൾട്ട് മെയിൽ പോഡ്സ് എന്ന് പറയുന്നത് ഇത്രയ്ക്കൊന്നും വലുതായിരിക്കില്ല, വളരെ ചെറിയ ഗ്രൂപ്പുകളായിരിക്കും. അതുകൊണ്ട് തന്നെ ഫീമെയിലായിട്ട് ബ്രീഡ് ചെയ്യുന്ന സമയത്ത് മെയിൽസിന് ഫീമെയിൽസിനെ ഈ ഗ്രൂപ്പിൽ നിന്ന് ഒറ്റപ്പെടുത്തേണ്ടത് എഗെയിൻ ഒരു സർവൈവബിലിറ്റി അല്ലെങ്കിൽ അവരുടെ ജീൻസ് സ്പ്രെഡ് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമാണ്. കാരണം ഇല്ലെങ്കിൽ ഈ ഫീമെയിൽ പോഡ്സ് എല്ലാവരും കൂടിയിട്ട് ഈ മെയിൽ പോഡ്സിനെ അറ്റാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ജയിക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് ആന്ത്രോപോമോർഫൈസേഷൻ ആണ്. ഇത് ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. മനുഷ്യരുടെ പോലെയാണ് എല്ലാ ജീവികളും ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ജീവിക്കേണ്ടത് എന്ന് വിചാരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ കണ്ടൻ പൂച്ച കുട്ടികളെ കടിച്ചു കൊല്ലുന്നതും ആരോഗ്യമില്ലാത്ത പൂച്ചക്കുട്ടികളെ അതിൻ്റെ അമ്മ തന്നെ ഉപേക്ഷിക്കുന്നതും കിളികളും മുട്ടകള് അല്ലെങ്കിൽ വിരിയാത്ത മുട്ടകള് ഒക്കെ ഉന്തി കൂട്ടിന് പുറത്തേക്ക് ഇടുന്നതും ഒക്കെ നമുക്ക് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കൂടെയുള്ളവർക്ക് അപകടം പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹായിച്ച് അവരെ ട്രീറ്റ് ചെയ്യുന്ന ജീവികളാണ് ഡോൾഫിൻസ്. അതാണ് മനുഷ്യരിലേക്കും ഈ സഹായം അവർ നീട്ടുന്നത്. പലപ്പോഴും ഷാർക്ക് അറ്റാക്സിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കുന്നതായിട്ടും പിന്നെ മുങ്ങാൻ പോയിട്ടുള്ള മനുഷ്യരെ ഡോൾഫിൻസ് രക്ഷിച്ചു കൊണ്ടുവന്നതായിട്ടൊക്കെ നമ്മൾ ന്യൂസ് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഡോൾഫിൻ മേറ്റ് ചെയ്യുന്നത് റേപ്പ് ചെയ്യുന്നതാണെന്ന് നമ്മൾ വിചാരിക്കുന്നത്. മറ്റു മൃഗങ്ങളിൽ ഫിസിക്കൽ ഡോമിനൻസ് കാണിച്ചുകൊണ്ടാണ് മേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് മനുഷ്യരിൽ റേപ്പും നോർമലാണ് എന്ന് വിചാരിക്കുന്നത് പോലെ തന്നെ അബദ്ധമാണ്. വളരെ ബുദ്ധിയും സ്നേഹമുള്ള ഈ ജീവികളെ തെറ്റിദ്ധരിക്കുന്നുണ്ട് പലരും എന്നറിഞ്ഞതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ ദയവേത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വ്യൂസും അറിയാൻ താല്പര്യമുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ദ വെറ്റ് വോയിസസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.